ദൈവമക്കളെ എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ ശ്വാസമായ ദൈവനിശ്വാസിയുമായ ദൈവത്തിന്റെ വചനം ആമേൻ ആത്മാവിൽ പഠിക്കുവാൻ, ആത്മാവിൽ ഹൃദയസ്ഥമാക്കുവാൻ, ബുദ്ധിയും ജ്ഞാനവും ഗ്രഹിക്കുവാനുള്ള കഴിവും ദൈവം ഇന്ന് രാത്രി നമുക്ക് നൽകി തരേണ്ടതിനായി എല്ലാവരും ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ പഠിക്കുന്ന ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിൽ ടച്ച് ചെയ്യുമ്പോൾ ദൈവശക്തിയായത് പരിണമിക്കുവാൻ, റേമയായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റാഖാമ ഷാന്തുരിയാല റീബാമാന സേഖേലിയാം ധരാജാന. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിനെതിരായി, വെളിപ്പാടുകൾക്കെതിരായി നിൽക്കുന്ന ആധിപത്യങ്ങൾ ഇന്ന് രാത്രി തകർക്കപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. UK പല രാജ്യങ്ങളിൽ നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നു. ഇങ്ങനെ നല്ലൊരു സാഹചര്യം ദൈവം നമുക്ക് തന്നല്ലോ. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ കടന്നു വന്ന് ശാന്തമായി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തുടർമാനമായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടി വരുത്തിയാട്ടെ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ഈ പഠനം കർത്താവെ, ഈ എഫേസ്യ ലേഖനത്തിന്റെ പഠനം ഞങ്ങളുടെ ജീവിതത്തിന് വലിയ വഴിത്തിരിവായി തീരട്ടെ. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്ന ഒരു ക്ലാസ് ആയി തീരട്ടപ്പാ. ഞങ്ങൾ ക്രിസ്തുവിൽ വളരുന്ന ഒരു ക്ലാസ് ആയി തീരട്ടെ. എല്ലാ നന്മകളാൽ നിറയ്ക്കും. കർത്താവെ, അനുഗ്രഹിക്കണമേ, കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ കുരുട്ട് കണ്ണുകളെ തുറക്കണമേ കർത്താവെ. ഓ റിയാലാബ ഷേഖേലിയാം ദറബബബ റൂബാമാന സേഖേലിയാം ദുരിയാം ധേര പ്രൗഷസിയാന പ്രൗഡിയാനാസിയാന. എല്ലാ ദൈവമക്കളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ദൈവവചന പഠനത്തിലേക്ക് കടക്കുകയാണ്. എഫേസ്യ ലേഖനമാണ് ഇന്ന് തുടങ്ങി നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. നായികാവിലെ ഒരു കൂടിവരവിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഞാൻ ഈ എഫേസ്യ ലേഖനം ധ്യാനിക്കുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ദാഹമുള്ള ഒരു കൂട്ടം ജനം പല ചർച്ചുകളിൽ നിന്ന് അവിടെ എല്ലാ തിങ്കളാഴ്ചയും വരുമായിരുന്നു. ഓൾമോസ്റ്റ് ഇറ്റ് ടുക്ക് 6 months ടു ടീച്ച് എഫീഷ്യൻസ്. ഒരു എക്സജറ്റിക്കൽ സ്റ്റഡി ആയിരുന്നു. 6 മാസം തോളം ഞങ്ങള് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ഡെയിലി നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, നമ്മൾ ദൈവവചനം ഹൃദയസ്ഥമാക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ജീവനായിട്ട് മാറ്റപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവ വചനത്തിലേക്ക് കടക്കാം. ഈ വചനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായി നാം എഫേസ്യ ലേഖനത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ്. കാരണം നമ്മളെ സ്വർഗം എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? അവർ പ്രിവിലേജ് ആൻഡ് അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ആമേൻ. അത് നമ്മൾ ജീവിക്കാൻ വേണ്ടി, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഉള്ള ഒരു വലിയ വെളിപ്പാടാണ് നമ്മുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്റ്റാറ്റസിൽ ഇരുന്നോണ്ട് വേണം ഈ വചനം പഠിക്കാൻ, ഈ വചനം ഹൃദയസ്ഥമാക്കാൻ, ഈ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പോ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് വായിക്കണം. അത് നമ്മുടെ ഒരു സ്റ്റാറ്റസ്, നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് തരത്തിലാണ് നമ്മൾ ഈ അധ്യായങ്ങളെ, വാക്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് എന്നാണ് ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ പറയാൻ പോകുന്നത്. എഫേസ്യ ലേഖനം 2:7 എന്ന് വായിച്ചാണ്. So keep it in your heart that you are already seated on the heavenly realm. നമ്മൾ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാണ്. സ്വർഗം നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ പ്രത്യാശയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാംക്ഷിക്കുന്നത്. പക്ഷെ ഇന്നു രാത്രി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം നിങ്ങളോടും എന്നോടും പറയുകയാണ്, യു ആർ ഓൾറെഡി സീറ്റഡ് ഓൺ ദ ഹെവൻലി റെലം. പഴയ നിയമ പ്രവാചകന്മാർക്കോ പഴയ നിയമ ഭക്തന്മാർക്കോ കിട്ടാതെ എന്നൊരു ഭാഗ്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഞാൻ UK-യിലാണ്, ഞാൻ UP-യിലാണ്, ഞാൻ കേരളത്തിലാണ്, ഞാൻ കൊച്ചിയിലാണ്, ഞാൻ കുവൈറ്റിലാണ്, ഞാൻ മസ്കറ്റിൽ നിന്നാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്.
ഞാൻ കുവൈറ്റിലാണല്ലോ ഇരിക്കുന്നത്. യെസ്, യു ആർ സിറ്റിംഗ് ഇൻ കുവൈറ്റ്, ദാറ്റ് ഈസ് ട്രൂ. ബട്ട് ഇൻ ദ സ്പിരിച്വൽ റെലം യു ആർ ഓൾറെഡി സീറ്റഡ് ഇൻ ദ ഹെവൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ബോംബെയിലേക്ക് വന്നാൽ ബോംബെയിൽ ഒരു കോൺസുലേറ്റ് ഉണ്ട്. ഒരു അമേരിക്കയുടെ കോൺസുലേറ്റ്, UK കോൺസുലേറ്റ് ഒക്കെ ഉണ്ട്. എത്ര സെന്റ് വസ്തുവിലാ ആ കോൺസുലേറ്റ് നിൽക്കുന്നത് എന്ന് നമുക്കറിയത്തില്ലെങ്കിലും അതിന്റെ ചുറ്റുമതിൽ തുടങ്ങി അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അമേരിക്കയുടെ വകയാണ്. അതിനകത്തെ നിയമം, അതിനകത്തെ സംസ്കാരം, അതിനകത്തെ അന്തരീക്ഷം, അതിനകത്തെ കൾച്ചർ എല്ലാം അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അമേരിക്കൻ ഭരണത്തിന്റെ കീഴിലാണ് ആ കോൺസുലേറ്റ് നിൽക്കുന്നത്. നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ അതിനകത്ത് ചെന്നിട്ട് ഞാൻ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളൊന്നും അതിനകത്ത് ചെലവാകത്തില്ല. അവിടെ അതിനകത്ത് കയറുമ്പോൾ നമ്മൾ അവരുടെ കോൺസുലേറ്റിന്റെ ഗേറ്റ് കടന്നകത്ത് ചെല്ലുമ്പോൾ, ഈവൻ ദോ ദാറ്റ് കോൺസുലേറ്റ് ഈസ് ഇൻ ഇന്ത്യ, യു വിൽ എൻജോയ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭൂമിയിലാണ് ആയിരിക്കുന്നതെങ്കിലും യു ആർ ദ കോൺസുലേറ്റ് ഓഫ് ഹെവൻ. ആ ഒരു മനോഭാവം ഇന്ന് രാത്രി ഒന്ന് മാറി കിട്ടിയാൽ ഈ അധ്യായം നമ്മുടെ അകത്ത് ട്രെമൻഡസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഈ എഫേസ്യ ലേഖനത്തിന്റെ പഠനത്തിലോട്ട് കയറുമ്പോ തന്നെ ചിൽഡ്രൻ ഓഫ് ഗാഡ്, യു ആർ ഓൾറെഡി സീറ്റഡ് ഓൺ ദ ഹെവൻലി റെലം എന്ന് വെച്ചാൽ നമ്മൾ സ്വർഗത്തിലോട്ട് പോകാനിരിക്കുന്നവരാണെങ്കിലും നമ്മൾ ഓൾറെഡി സ്വർഗത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നമ്മളെ ഉയർപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഇരുത്തുകയും ചെന്നു. ഇരുത്താൻ സാധ്യതയുണ്ട്, അങ്ങനെയല്ല പറയുന്നത്, ഇരുത്തുകയും ചെയ്തു. ഇറ്റ്സ് ഓൾറെഡി ഡൺ. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് പറയണം, ഐ ആം സീറ്റഡ് ഓൺ ദ ഹെവൻലി റെലംസ്. ഞാൻ എന്നെ സ്വർഗത്തിൽ ദൈവം ഇരുത്തിയേക്കുന്നത്. എവിടെ? ക്രിസ്തുവിന്റെ വലത്ത് ഭാഗത്ത് നമ്മളെ ഇരുത്തിയേക്കുക. ഹല്ലേലൂയ. അത് വിശ്വാസ കണ്ണുകൊണ്ട് കാണണം. അത് ആത്മാവിലൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ, വിമർശന ബുദ്ധിയില്ലാതെ ഞാൻ എന്നെ സ്വർഗത്തിൽ ഓൾറെഡി ഇരുത്തിയേക്കുവാണെന്ന് ആത്മാവിലൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും. ശുശ്രൂഷയെ പറ്റി, പ്രാർത്ഥനയെ പറ്റി, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു കിങ്ഡം പെർസ്പെക്റ്റീവ് നമ്മുടെ അകത്ത് വരും. ഹല്ലേലൂയ. ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു ഭിക്ഷക്കാരന്റെ മനോഭാവം മാറിയിട്ട് ഒരു രാജാവിന്റെ മനസ്സിലേക്ക് നിങ്ങൾ കയറും, ഞാൻ കയറും. ഇന്ന് രാത്രി ഈ എഫേസ്യ ലേഖന പഠനം തുടങ്ങുമ്പോൾ ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്നും മാറിയിട്ട് ഐ ആം ഓൾറെഡി സീറ്റഡ് ഓൺ ദ ഹെവൻലി റെലം, ആത്മമണ്ഡലം. സോ നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കല്ല ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. വി ആർ ഓൾറെഡി ഇൻ ദാറ്റ് ക്ലൈമറ്റ്. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ അതേ ഒരു ആത്മസാന്നിധ്യത്തിൽ, ആ ക്ലൈമറ്റിൽ തന്നെയാ കിടക്കുന്നത്. നെല്ലിക്ക ഉപ്പിലിട്ടേക്കുന്നത് പോലെ, ഉപ്പിൽ നെല്ലിക്ക കിടക്കുന്ന പോലെ ആ സാന്നിധ്യത്തിലാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ കിടക്കുന്നത്. സോ സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ വേറെ ഒരു രാജ്യമായി, ലോകമായി നമുക്ക് തോന്നത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് വി ആർ ഓൾറെഡി ഇൻ ദ ഹെവൻലി ക്ലൈമറ്റ്. നിങ്ങൾ പറയണം, ഐ എം ഓൾറെഡി ഇൻ ദ ഹെവൻലി ക്ലൈമറ്റ്. അതായത് ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ പോകുമ്പോ അവർക്ക് അവരുടെ പുറത്ത് എന്തുവാ ക്ലൈമറ്റ്, അവർക്കത് വിഷയമല്ല. പക്ഷെ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി സാന്നിധ്യം അവരെ നടത്തിയപ്പോൾ മൂവിങ് കോൺസുലേറ്റ് ആയിരുന്നു. അവര് ദൈവ സാന്നിധ്യത്തിൽ, അല്ലെ, ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ചലിക്കുമായിരുന്നു. ആ ഒരു വെളിപ്പാടിലേക്ക് ഒന്ന് കയറി വന്നാട്ടെ. നാം എവിടെയെല്ലാം പോകുന്നുവോ ആ മേഘം നമ്മുടെ കൂടെ വരും. ആ മേഘം നമ്മുടെ കൂടെ വരും. The doxa, that glory, hallelujah, that kabod is with you. That is the presence of God. See, what is heaven? Heaven is the presence of God. ദൈവ സാന്നിധ്യമാ സ്വർഗം. ഹല്ലേലൂയ. ഏതോ ഒരു ഭക്തൻ പറഞ്ഞു, നരകത്തിൽ എന്റെ കർത്താപ്പച്ചൻ ഇറങ്ങി നിന്നാൽ അതും സ്വർഗമായി തീരുമെന്ന്. അതൊരു വിമർശന ബുദ്ധിയാൽ കേൾക്കരുത് കേട്ടോ. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ജീസസ് മേക്സ്
I mean the climate, the heaven, hallelujah. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാതെ അവിടെ ഇനി എന്തോ മണിമാളിക ഉണ്ടായാലും സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമാണെങ്കിലും അതൊന്നും നമ്മുടെ കണ്ണിനെ രസിപ്പിക്കത്തില്ല. യേശു കർത്താവ് അവിടെ ഉണ്ട്. അവൻ സൂര്യനും ചന്ദ്രനുമായി അവിടെ ഉള്ളതാണ്. നമ്മുടെ പ്രത്യാശ അതാണ്, നമ്മുടെ തേജസ്. അങ്ങനെ ആ ഒരു ദൂത് ഇന്ന് രാത്രി തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് ഉയർത്തി. യെസ്, ഐ ആം നോട്ട് സിറ്റിംഗ് ഇൻ ബോംബെ, I'm not sitting in UK. I'm not sitting in Qatar or Kuwait or any other country. I belongs to heaven. I am a heavenly property. Amen. Hallelujah. ഞാൻ സ്വർഗത്തിന്റെ വകയാണ്. എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോ താഴേന്ന് മേലോട്ട് നോക്കുന്ന ആ വ്യൂ മാറിയിട്ട് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കുന്ന വ്യൂവിലേക്ക് വരണം. God is changing your focus. God is giving you an eagle eye. You should tell. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് നിങ്ങൾ പറയണം. എനിക്കൊരു ഈഗിൾ ഐ തരുക. എനിക്കൊരു ഈഗിൾ ഐ. Amen. I'm a product of heaven. Yes. God is giving me an eagle eye. എനിക്കൊരു ഈഗിൾ ഐ തരുക. ഞാൻ ഇത്രയും നാള് ഭൂമി ഇരുന്നുകൊണ്ട് മേലോട്ടാ നോക്കിയത്. ഇനി ഞാൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കാൻ പോവാം. സിമ്പിൾ എക്സാമ്പിൾ. വർഷങ്ങൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബോംബെയിൽ വന്നിട്ട് തിരിച്ചു വരുന്നവരൊക്കെ പറയും 1981 എന്റെ പപ്പ നാട്ടിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു ഗൾഫിൽ പോകാൻ വേണ്ടി. അന്ന് പപ്പ ഒക്കെ വന്നിട്ട് നാട്ടുകാരോടൊക്കെ പറഞ്ഞാണ്, ഓ എന്തൊരു ഹ്യൂജ് ബിൽഡിങ്സ്, എന്തൊരു നല്ല വലിയ ബിൽഡിംഗ്, ഭയങ്കര ബിൽഡിങ്ങുകളാണ്. അന്ന് എറണാകുളത്തെക്കാളും കൊച്ചിയേക്കാളൊക്കെ ബിൽഡിംഗ് ബോംബെയിൽ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. പക്ഷേ അതേ കണ്ണുകൾ, ഈ കെട്ടിടത്തെ വലുതായിട്ട് കണ്ട കണ്ണുകൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന ജനലിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ ഓരോ പടി നമ്മുടെ ഫ്ലൈറ്റ് ഓരോ അടി പൊങ്ങും തോറും ഈ കെട്ടിടങ്ങൾ ചെറുതായിട്ട് തോന്നും. ഇന്നു രാത്രി ആത്മാവിന്റെ ദൂത് പറയാ, ഓരോ പടി നമ്മൾ ക്രിസ്തുവിൽ വളരുമ്പോൾ ഈ പ്രശ്നങ്ങളെ ചെറുതായി കാണുന്നത് പോലെ ഹെവൻലി റലത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തെ ഇനി കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, എഫേസ്യ ലേഖനം പൗലോസ് എഫെസോസിലുള്ള സഭയ്ക്ക് എഴുതുമ്പോ ഇതിനകത്ത് തർജ്ജിമകളില്ല, മീൻസ് തർജ്ജമ ചെയ്യുന്നില്ല, റെബ്യൂക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വഴക്ക് പറയുന്നില്ല. ഗലാത്യ ലേഖനം എഴുതുമ്പോൾ ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ എഫേസ്യ ലേഖനത്തിനകത്ത് അങ്ങനെ ഒരു വഴക്ക് പറച്ചിലോ കറക്ഷൻസ് ഒന്നുമില്ല. ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, കൊരിന്ത്യ ലേഖനം ഒക്കെ എഴുതുമ്പോ നിങ്ങൾക്ക് ഞാൻ പാല തരുന്ന, കാരണം നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവത്തില്ല, നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം തരാൻ പറ്റത്തില്ല. പക്ഷെ എഫേസ്യ ലേഖനം നല്ല ഒന്നാം തരം കട്ടിയുള്ള ആഹാരം. പാല് നമ്മൾ ആരും ചവച്ചരച്ച് കുടിക്കാറില്ല, പക്ഷെ കട്ടിയുള്ള ആഹാരം, മീറ്റ്, നമ്മൾ ഇറച്ചിയൊക്കെ ചവച്ചരച്ച് നല്ല വൃത്തിയായിട്ട് വയറ്റിലോട്ട് ചെന്നിട്ട് അത് ഡൈജസ്റ്റ് ആവണം. അപ്പോ നമ്മളൊരു ഓട്ടപ്രദർശനം അല്ല ചെയ്യാൻ പോകുന്നത്. ഓരോ വാക്കും എടുത്തിട്ട് ഇനി അതിനകത്ത് ഒന്നും ഇല്ലാത്തവണ്ണം കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. കർത്താവിനോട് പറഞ്ഞ, അപ്പാ ആ വാക്ക് ഞാൻ വായിക്കുമ്പോൾ ഇനി ആ വാക്കിനകത്ത് ഒരർത്ഥവും ശേഷിക്കാതെ വണ്ണം എല്ലാം എനിക്ക് റിവീൽ ചെയ്ത് തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനെന്റെ ശബ്ദത്തെ, എന്റെ ബ്രെയിനിനെ, എന്റെ നാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഈ ഓപ്പണിംഗ് അഡ്രസ്സില് നമുക്ക് ഇതിന്റെ എഴുത്തുകാരനെ അറിയാൻ പറ്റും. അത് തുടങ്ങുമ്പോ തന്നെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദൈവ ഇഷ്ടത്താൽ. ഞാൻ ഈ എഴുതിയത് എന്റെ ഇഷ്ടപ്രകാരം അല്ല. ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായി ഞാൻ തീർന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ചിലർ പറഞ്ഞിട്ടില്ല, പെന്തിക്കോസി വന്നിട്ട് ഒരു എനിക്ക് ഈ വർഗത്തെ കണ്ടെടുത്താ കണ്ടുകൂടാ. പക്ഷെ എങ്ങനെയോ ദൈവം എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു. അത് തന്നെ ആ പൗലോസിനോട് പറഞ്ഞു. സോറി, ഇടയ്ക്കിടയ്ക്ക് പത്രോസ് എന്റെ വാക്കുകൾ നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഒരു 1-2-3 മാസമായിട്ട് ഈ പത്രോസ പറഞ്ഞുകൊണ്ട്. പൗലോസ് പറയുന്നത് അതേപോലത്തെ ഒരു ടെസ്റ്റ് മണിയാണ്. ദൈവ ഇഷ്ടത്താൽ, ദൈവ ഇഷ്ടം. I became an apostle not because of my credentials, not because of my credibility, it's because of the will of God. ഇന്ന് പറയാൻ പറ്റുമോ, ഞാനൊരു ദൈവത്തിന്റെ പൈതലായി തീർന്നത്
ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു, ദൈവത്തിന്റെ തിരുവിഷ്ടമായിരുന്നു. ഞാൻ സെലക്ട് ചെയ്തതല്ല, എന്റെ അപ്പൻ എന്നെ സെലക്ട് ചെയ്തതാ. ആമേൻ. ഞാൻ തെരഞ്ഞെടുത്തതല്ല, എന്റെ അപ്പൻ എന്നെ തെരഞ്ഞെടുത്തതാ. ഇന്ന് രാത്രി ഒന്ന് പറയാമോ, കർത്താവെ, ആ ആ ഒരു ആമേൻ, ആ ദൈവ ഇഷ്ടത്തിനായിട്ട് സ്തോത്രം അപ്പച്ച. എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പച്ച. അങ്ങനെ പറയാം. ഒരു കൊച്ചു ആമേൻ, എന്നെ നീ ഇഷ്ടപ്പെട്ടതിനായിട്ട് സ്തോത്രം. ഒന്ന് പറയണം, കർത്താവിന്റെ മുഖത്തൊക്കെ നോക്കി അങ്ങ് സംസാരിക്കണം. അപ്പച്ച, നീ എന്നെ ഇഷ്ടപ്പെട്ടല്ലോ അപ്പ, എന്നെ നീ ഇഷ്ടപ്പെട്ടല്ലോ. ഹല്ലേലൂയ. നമ്മൾ പാടത്തില്ലേ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഒന്ന് കൂടെ പാടിക്കേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇത് കൃപയതാ യേശുവേ. കൂടെ പാടിക്കേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇത് കൃപയതാ യേശുവേ. താങ്ക് യു ജീസസ്. ഇത് കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതമാണ് എന്നെ അപ്പോസ്തലനാക്കിയത്. അപ്പോസ്തലൻ എന്ന ഐഡന്റിറ്റി ആമേൻ പൗലോസ് പറയാൻ ഒരു റീസൺ ഉണ്ട്. തന്നെത്താൻ പുകഴ്ത്താനോ ബോസ്റ്റ് ചെയ്യാനോ ഒന്നും അല്ല. അന്നത്തെ കാലത്ത് പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. അന്നത്തെ ജനം ആമേൻ അപ്പോസ്തലന്മാരുടെ വചനങ്ങളെ അംഗീകരിക്കത്തുള്ളൂ ദൈവവചനമായിട്ട്. സോ ആ ഒരു ആധികാരികത തന്റെ ലെറ്ററിന് കിട്ടാൻ വേണ്ടിയാണ് പൗലോസ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുണ്ട്, ആമേൻ, 5 ഫോൾഡ് മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്. ആമേൻ. അപ്പോസ്തലന്മാർ എന്ന പേരിൽ നമ്മൾ ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരും അത് ആമേൻ ആ ടേം അധികമായി ഉപയോഗിച്ച് കാണുന്നില്ല, സൗത്ത് ആഫ്രിക്കക്കാർ ഉപയോഗിച്ചത്. അപ്പോ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അത് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ വചനം ദൈവവചനമായിട്ട് ആരും ഉൾക്കൊള്ളണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാത്തത്. ഇനി അപ്പോസ്റ്റൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, നമുക്ക് അതിനോട് വിരോധമൊന്നുമില്ല. കാരണം അതും ഒരു ദൈവത്തിന്റെ ആമേൻ ഒഫീസ് ആകിയാൽ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഇത് എഴുതപ്പെട്ട ആമേൻ എഴുത്തുകാരനെ പറ്റി, ഇത് എഴുതിയ എഴുത്തുകാരനെ പറ്റിയാണ് പറഞ്ഞത്. ഇതിനകത്തെ ലിറ്റററി സ്റ്റൈൽ, ഇത് എഴുതിയ ഭാഷ ശൈലിയും പ്രയോഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ പൗലോസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ. തന്നെയല്ല, തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഐഡന്റിറ്റി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ലേഖനങ്ങൾക്കകത്ത് ആമേൻ, പ്രത്യേകിച്ച് ഇതിനകത്ത് 6 അധ്യായങ്ങളുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞാൽ, എന്റെ പേഴ്സണൽ പഠനത്തിലെ കാര്യം പറഞ്ഞ, അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിനകത്തെ ആയുധപ്പെരയാണ് എഫീസ് ലേഖനം. ദ പവർ ഹൗസ് ഓർ ദ വെപ്പൺ സ്റ്റോർ. ആമേൻ. എഫീസ് ലേഖനത്തിന് ഞാൻ കൊടുത്തൊരു വ്യാഖ്യാനമാകട്ടോ, ആമേൻ, ആയുധപ്പെര. കാരണം 6-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ സർവായുധ വർഗത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതിലേക്കൊക്കെ നമ്മൾ വരും. കർത്താവ് നമ്മളിലൂടെ അതിലൂടെ വെളിപ്പാടുകൾ സംസാരിക്കും. സോ 6 അധ്യായങ്ങളും ആമേൻ ആമേൻ അതിനകത്തിലെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും ആമേൻ 16-ാമത്തെ വാക്യത്തിലും ആമേൻ സ്തോത്രം ഞാൻ എന്നൊക്കെയുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പേഴ്സണൽ ഐഡന്റിറ്റി അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതിയത് ഒരു യഹൂദനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോ നിങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജെന്റൈൽ റീഡേഴ്സിനെ ഉദ്ദേശിച്ചാണ്, ജാതികളെ ഉദ്ദേശിച്ച് പറയാം, നിങ്ങളെ. അപ്പൊ 2-ാം അധ്യായത്തിന്റെ 3-5 വാക്യത്തിലേക്ക് വരുമ്പത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. ഇത് എഴുതിയ ആളെ ആമേൻ അസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് എഴുതിയ ആൾ ഒരു ജൂ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇതിന്റെ എഴുത്തിന്റെ ആമേൻ കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ, ഇത് ആമേൻ AD 60-നും 62-നും ഇടയ്ക്ക് എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. This Ephesians is one among the prison epistles. കാരാഗ്രഹ ലേഖനത്തിനകത്തിലുള്ള ഒരു ലേഖനമാണ്. 14 ലേഖനങ്ങൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് പൗലോസ് തന്റെ കരങ്ങൾ കൊണ്ട് എഴുതിയപ്പോൾ അതിൽ 4 ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്.
റോമ തടവിലായിരിക്കുമ്പോൾ AD 60-നും 62-നും ഇടയ്ക്ക് സ്തോത്രം 4 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ പൗലോസ് എഴുതി. ഞാൻ ഇത് ഫെയ്ത്ത് സിറ്റിയിൽ ഒരാഴ്ചയോ 3 ആഴ്ചയോ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫെയ്ത്ത് സിറ്റിക്കാർക്ക് ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എംപോസിഷൻ തരും. കാരണം ഞാൻ അതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ടെക്നിക്കിൽ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു. 4 ലെറ്റേഴ്സ് പ്രിസൺ എപ്പിസ്റ്റൽസ് ആണ്. എന്ന് വെച്ചാൽ പ്രിസണിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്. 1 എഫീഷ്യൻസ്, 2 ഫിലിപ്പിയൻസ്, 3 കൊലോഷ്യൻസ് ആൻഡ് ഫിലമോൻ. നിങ്ങളെ നേരിട്ട് ലോക്ക്ഡൌൺ കഴിയുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, which are the prison epistles of Paul? പൗലോസിന്റെ. ഈസി ആട്ടോ. ഞാൻ ഈ എസ് ഒക്കെ കാണാൻ പഠിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലത്തെ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്ന് പറയുന്ന പോലെ EPCP ഓർത്താൽ മതി. എഫേഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ് ആൻഡ് ഫിലമോൻ. ഇതൊരു ഫ്രീ ആയിട്ടുള്ള പഠന പരമ്പരയാണ്. only I need your blessings and prayers with me. സോ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ പറഞ്ഞുതരും. എഫേഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ് ആൻഡ് ഫിലമോൻ. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. എഫീഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ് ആൻഡ് ഫിലമോൻ. സി, റോമൻ തടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കൂട്ടൊരു തടവല്ല. ഇന്ന് ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളില് ഒരു ദിവസവും ചില മണിക്കൂറിലൊക്കെ ജയിലിൽ കിടന്നവർ പുറത്തു വന്നിട്ട് പറയും എന്തൊരു നരകയാതനയാണ്. സി, പത്രോസിനെ തടവിലാക്കിയ സ്റ്റൈൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ ആയിരിക്കണമല്ലോ ന്യായമായിട്ടും പൗലോസിനെ തടവിലാക്കിയിരിക്കുന്നത് വീട്ടു തടങ്കലിലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ വീട്ടു തടങ്കലിലാണെങ്കിലും കാരാഗ്രഹത്തിലാണെങ്കിലും കൈകൾ ആമത്തിൽ ഇട്ടിരിക്കുകയാണെങ്കിലും അഭിഷക്തന്റെ അഭിഷേകത്തെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു മൂക്കിപ്പനി വന്നാൽ വിറയ്ക്കുന്ന നമ്മൾ ഒരു ചെറിയ നിസാര വിഷയം വന്നാൽ ഈസി ആയിട്ട് ആരാധന സ്കിപ്പ് ചെയ്യും. അവൾ എന്നോട് വേണ്ടിയില്ല, അടുത്ത ആഴ്ച ഞാൻ പോകുന്നില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. ഞാനൊരു പാസ്റ്ററല്ലേ, എനിക്കറിയാം. സ്തോത്രം. അവളെ 3 പ്രാവശ്യം വിളിച്ച് അവള് വന്നില്ല, ഈ ആഴ്ച അതുകൊണ്ട് സഭായത്തിന് പോകുന്നില്ല. ഹാലലൂയ. നമ്മൾ ഇത് ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ കാര്യമാണ് പറഞ്ഞത്, വേറെ ആരുടെയും കാര്യമല്ല ഈ പറയുന്നത്. അങ്ങനെ ഈസി ആയിട്ട് ആരാധന സ്കിപ്പ് ചെയ്യുന്ന നമ്മള് ഈ പൗലോസിനെ കാണും. സ്വർഗത്തിൽ ചെല്ലുമ്പോ പ്രൈസലോട് കൊടുത്തിട്ട് താങ്ക് യു എന്ന് പറയണം. ഇത്രയൊക്കെ കാരണം കാരാഗ്രഹത്തിനകത്ത് കൈ ആമത്തിൽ കിടക്കുമ്പോഴും പൗലോസ് പറയാണ്, സ്തോത്രം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന്റെ ബോൾഡ് സ്റ്റേറ്റ്മെന്റ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ കൈകളിൽ ഈ അധ്യായം എഴുതുമ്പോൾ റോമൻ പടയാളികളുടെ ചങ്ങലയുടെ കിലുക്കമുണ്ടായിരുന്നു. യെസ്, യെസ്, ഹല്ലേലൂയ. ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്, അവരുടെ തടവെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു സ്തോത്രം. പലകയിൽ ഒരു പലക എടുത്തിട്ട് 2ആയിട്ട് കീറി അതിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് 2 കൈ ഇടാത്തക്ക രീതിയിൽ അങ്ങനെ പൂട്ടിയിടുമായിരുന്നു. 4 ചേവകരുള്ള 4 പടയാളികളുടെ ഇടയിൽ പത്രോസിനെ പൂട്ടിയിട്ടതുപോലെ തന്നെ ആയിരിക്കണം പൗലോസിനെ ബന്ധിപ്പിച്ചത്. പക്ഷെ അതൊന്നും പൗലോസിന് വിഷയമല്ലായിരുന്നു. പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചങ്ങല ഒഴികെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നിങ്ങളും ഞങ്ങളെ പോലെ ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതാ എണ്ണുന്നില്ല. ക്രിസ്തുയേശു എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് എനിക്കുള്ളൂ. ഈ കർത്താവ് തന്ന ശുശ്രൂഷ ഒന്ന് തികയ്ക്കണം. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആത്തി കിടന്നുകൊണ്ട് ഇത്ര 4 പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ, അതും അഭിഷേകത്തിൽ എഴുതണമെങ്കിൽ, എഫേസ്യ ലേഖനം ഞാൻ പറഞ്ഞല്ലോ, എഫേസ്യ ലേഖനത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. We can divide the book of Ephesians into 2 important divisions. First 3 chapters are balanced with doctrines. അതിനകത്ത് മൊത്തം ഡോക്ട്രിനുകളാണ്. സ്തോത്രം. മൊത്തം ഉപദേശങ്ങളാണ്, ഉപദേശ സംഹിതകളാണ് അതിനകത്ത്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത 3 ചാപ്റ്ററുകൾ സ്തോത്രം പ്രാക്ടിക്കലാണ്.
പ്രാക്ടിക്കൽ, ആമേൻ, പ്രായോഗിക തലത്തിൽ നാം അനുവർത്തിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, 3 അധ്യായങ്ങൾക്കകത്ത് വിമർശനങ്ങളില്ല, 3 അധ്യായങ്ങൾക്കകത്തിൽ കണ്ടംനേഷൻസ് ഇല്ല. ഹി ഈസ് നോട്ട് കണ്ടംനിങ്, നോ എക്സോട്ടേഷൻ, അങ്ങനത്തെ ഒന്നും പൗലോസ് പറയുന്നില്ല. ചില പ്രസംഗകര് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ വെട്ട്, നിന്നെ കൊല്ലും, ഞാനും ചാകും, 2 വെട്ടി മുറിക്കും. ചിലർക്ക് ജനത്തെ ഒന്ന് ആത്മാവിൽ ബലപ്പെടുത്താനോ പ്രോത്സാഹിപ്പിക്കാനോ അറിയത്തില്ല. എപ്പോഴും വെട്ടുമുറിയാൽ അങ്ങനെ ശരിയാവുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു അടി കൊടുക്കണം. എന്നും രാവിലെ പിടിച്ച് ഇഞ്ഞു വാടാന്ന് പറഞ്ഞ് എന്നും അവരെ തല്ലിയാലോ? ഹല്ലേലൂയ. എന്നും വിശ്വാസികളെ അടിക്കരുത്. അവർ ചെറിയ തെറ്റ് കാണിക്കുമ്പോ ഒരു ചൂരിലെടുത്ത് ചെറിയൊരു അടിയൊക്കെ കൊടുക്കണം. എന്നും അടിച്ചാൽ അവർ ചത്തുപോകും. ഒരു ഇടേണ്ട കടമ ആട് വഴിതെറ്റി പോകുമ്പോ അടിച്ചാ പോരെ, പുറകിന് നടന്നടിക്കണോ? ഒരു ഇടേണ്ട കടമ അവന്റെ കൈ വടിയുണ്ട്, കോലുമുണ്ട്, അതെ, കറക്റ്റ് ചെയ്യുകയും ചെയ്യണം, ഫുഡ് കൊടുക്കുകയും ചെയ്യണം. ചില ദൈവദാസന്മാർക്ക് അവരുടെ വിശ്വാസികള് വേറൊരു ചർച്ചിൽ പോകുന്നതോ കൂട്ടായ്മയിൽ പോകുന്നതോ ഒക്കെ അവർക്ക് പേടിയാ. ദൈവദാസനെ, face it, I'm giving you the freedom to go to any church. You just go there and learn how God is using that church. Especially ഉണങ്ങിയ ചർച്ചിലൊന്നും പോകരുത്. നല്ല ആത്മസാന്നിധ്യമുള്ള, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന നല്ല സഭയെ പോണം. നിങ്ങൾ ആയുസ്സിൽ ഒരിക്കൽ ഒരു മിനിമം ഒരു 10,000 പേരിൽ കൂടുന്ന സഭയുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ വില കൊടുത്ത് അവിടെ നിന്ന് പോണം. എന്നിട്ട് പഠിക്കണം, എങ്ങനെ ദൈവം അവരെ ഉയർത്തിയത്, എങ്ങനെ ആ സഭ വളർന്നത് പഠിക്കണം. അതിന് ഞാൻ ഒട്ടും എതിരല്ല. നിങ്ങൾക്ക് എവിടെയെല്ലാം ദുരുപദേശത്തിലും അങ്ങനെയുള്ളിടത്തൊന്നും പോകരുത്, സെലക്റ്റീവ് ആയിരിക്കണം. ആമേൻ. പോയി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആമേൻ, അഭിഷേകമുള്ള ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ താൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ വിശ്വാസി എവിടെ പോയാലും പാസ്റ്റർക്ക് അറിയാം, ഞാൻ നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല ബിരിയാണി തന്നെയാ കൊടുക്കുന്നത്, എന്റെ വിശ്വാസികൾ എന്റെ അടുത്ത് തന്നെ വരും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് വചനം പ്രിപ്പയർ ചെയ്ത് ദൈവമക്കളെ പോഷിപ്പിച്ചാൽ അവരാരും പട്ടിണി കിടക്കത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രുചികരമായിട്ട് ആഹാരം ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നല്ല കട്ട്ലൈറ്റും നല്ല സ്റ്റേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഒരിക്കലും തട്ടുകളെ പോത്തില്ല, അവർ ഒരിക്കലും ജങ്ക് ഫുഡ് തപ്പി പോത്തില്ല. സോ അവർ നല്ല ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. സോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പൗലോസിന് 3 അധ്യായങ്ങൾ എഴുതുന്നതിനകത്തിൽ ഒരു വിമർശനവും ഇല്ലായിരുന്നു. ഒരു വിമർശനം പോലും ഇല്ലാതെ എന്താ പറഞ്ഞേ, ഒരു തർജ്ജനം പോലും ഇല്ലാതെ 3 അധ്യായങ്ങൾ എഴുതാൻ പറ്റി. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത 3 അധ്യായങ്ങൾ പ്രാക്ടിക്കലാണ്. സ്തോത്രം, ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഈ ആദ്യത്തെ 3 അധ്യായങ്ങളില് എക്സ്പ്ലിസിറ്റ്ലി പൗലോസ് പറയുന്നത് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ us in Christ Jesus. യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്തൊക്കെയാണ് നൽകി തന്നത്, എന്തൊക്കെയാണ് ചെയ്തു തന്നതെന്നുള്ള ഒരു സവിസ്തരമായ ഒരു വെളിപ്പാടാണ് 3 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത 3 അധ്യായങ്ങളിൽ അദ്ദേഹം പറയുന്നത്, നീ യേശുക്രിസ്തുവിൽ ഇതൊക്കെ പ്രാപിച്ചത് എന്തിനു വേണ്ടിയാണ്, ആ എല്ലാ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ക്രിസ്തുവിലൂടെ നീ റിസീവ് ചെയ്ത ആ അനുഗ്രഹങ്ങളും ആ നന്മകളും ആ പ്രിവിലേജസും നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, നിന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, നിന്റെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരണം. പിശാചിനെതിരെ നീ പോരാടുമ്പോൾ നിനക്ക് ആ 3 അധ്യായങ്ങളിൽ കിട്ടിയ പ്രിവിലേജ് മൈ ഗാഡ് നീ കൊണ്ടുവരണം, നീ അപ്ലൈ ചെയ്യണം. ഈ ക്ലാസ് കൊണ്ട് ഈ ഓരോ അധ്യായം നമ്മൾ പഠിച്ചു പോകുമ്പോൾ പിന്നെ അയ്യോ ഞാൻ പാവമാണേ, അങ്ങനെ ആ ഒരു താഴ്മ നല്ലതാ. പക്ഷെ സ്പിരിച്വൽ എന്നാ പറഞ്ഞേ, ആ ഒരു ഡ്രൈനെസ് മാറണം. യെസ്, ആത്മീയ ദാരിദ്ര്യം നമ്മളിൽ നിന്ന് മാറണം. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു പാടത്തിലേക്ക് മഴ പെയ്തിറങ്ങുന്ന പോലെ ദൈവത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ നദിയും പെയ്തിറങ്ങാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ 3 അധ്യായങ്ങൾ കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. നിങ്ങൾ അതിന് അനുവദിച്ചു കൊടുക്കണം.
റൂമാന സാന്തനെ. സി, ഒന്നാമത്തെ അധ്യായം 2 വാക്യങ്ങൾ സല്യൂട്ടേഷൻ. ആമേൻ. 2 വാക്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ വാക്യം അങ്ങോട്ട് തുടങ്ങുമ്പോൾ, ഒന്നാം അധ്യായം 1-2 വാക്യങ്ങൾ അത് സല്യൂട്ടേഷനാ, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ്. ആ ഗ്രീറ്റിംഗ്സ് അങ്ങോട്ട് കഴിയുമ്പോ തന്നെ സ്വർഗത്തിന്റെ വാതിൽ അങ്ങ് തുറന്നു തരുവാ പൗലോസ്. He is opening the gate of the heaven for you. നിങ്ങളെ സ്വർഗത്തിലേക്ക് പുഷ് ചെയ്ത് കയറ്റുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. യെസ്, സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇത് താഴേന്ന് മേലോട്ടല്ല കൊണ്ടുപോകുന്നത്, മേളിൽ നിന്ന് നമ്മളെ താഴേക്ക് കൊണ്ടുപോവാ, സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തിയിട്ട് അതൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് താഴത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ലേഖനം. നിങ്ങൾക്ക് അത് ആത്മാവിൽ പിടികിട്ടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും എനിക്ക് കട്ടി കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം, എനിക്കൊരു മെസ്സേജ് ഒക്കെ അയച്ചാൽ മതി. ഇതിനകത്തൊരു കീ വേർഡ് ഉണ്ട്, ഒരു താക്കോൽ വേർഡ് ഉണ്ട്, ബിൽഡിംഗ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആമേൻ. ദൈവത്തിന്റെ ശരീരമായ സഭയെ പണിയുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശരീരത്തെ പണിയുക. ഇതാണ് ആമേൻ ദൈവ ശരീരത്തിന്റെ പണി. ഇതാണ് കീവേഡ്. എഫേസ്യ ലേഖനത്തിന്റെ താക്കോൽ വാക്യങ്ങൾ 2 ഉണ്ട്. ഒന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യവും 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യവുമാണ് ഇതിന്റെ താക്കോൽ വാക്യങ്ങൾ. ഈ താക്കോൽ എന്ന് വെച്ചാൽ മനസ്സിലായോ? നിങ്ങളുടെ വീടിന് 4.5 കോടി ആയിരിക്കും, അല്ലെങ്കിൽ 5 കോടി രൂപ വില ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ പോലും വിലയില്ലാത്ത, അല്ലെങ്കിൽ 20 രൂപ വിലയുള്ള ഒരു താക്കോൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 150 രൂപ, മേ ബി ഓക്കെ, ഹാർഡ്ലി 1000 റുപ്പീസ്. അതിൽ കൂടുതൽ വിലയുള്ള താക്കോൽ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ താക്കോൽ ചെറുതാണെങ്കിലും അത് തുറന്നാലേ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 2 വാക്യങ്ങളുടെ അന്തസത്ത ഗ്രഹിക്കാൻ പറ്റിയാൽ യു ക്യാൻ അൺലീഷ്, യു ക്യാൻ ഓപ്പൺ ദ എൻറ്റയർ മീനിങ് ഓഫ് ദിസ് ബുക്ക്. അതാണ് ഇതിനകത്തേക്കുള്ള ഒരു പ്രവേശനമാണ് തരുന്നത്. 2-ാം അധ്യായം 8 മുതൽ 10 വരെ നിങ്ങൾ അത് ധ്യാനിച്ചോണം വീട്ടില്. എനിക്കിന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഈ ലേഖനം എഴുതുന്നത് എഫെസോസ് എന്ന് പറഞ്ഞ സഭയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എഫെസോസ് എന്ന് പറഞ്ഞ സഭ ഒരു നല്ല സഭയായിരുന്നു. കാരണം ഈ സഭ നിന്ന സ്ഥലം ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പ്രൊമിനന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമായിരുന്നു, ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിരുന്നു. നമ്മുടെ ചർച്ച് ഗേറ്റ് പോലെ, ഡൽഹി പോലെയൊക്കെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിരുന്നു. കാരണം അത് ട്രേഡ് നടക്കുന്ന സ്ഥലമായിരുന്നു. ട്രേഡ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ട്രേഡ് നടക്കാനുള്ള കാരണം അവിടെ സീ പോർട്ട് ഉണ്ടായിരുന്നു, അവിടെ പോർട്ട് ഉണ്ടായിരുന്നു, കപ്പലുകൾ വന്ന് അടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളുള്ള ഒരു വലിയ പട്ടണമായിരുന്നു എഫെസോസ്. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹല്ലേലൂയ, അവിടെ ഈ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോഴത്തേന് പൗലോസ് 2 മിഷണറി യാത്രകൾ അവിടേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിലും. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ യാത്ര അദ്ദേഹം നടത്തുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിലും 20-ന്റെ 31-ലും നമുക്ക് കാണാൻ പറ്റും. 2 യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പൗലോസ് അവിടെ ചെന്നിട്ട് സിനഗോഗിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ സിനഗോഗ് എന്ന് പറഞ്ഞ യഹൂദന്റെ പള്ളിയാണ്. അതെവിടെ കാണാം പാസ്റ്ററെ? അത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8-10 വാക്യത്തിൽ കാണാം. ആമേൻ. 19-ാമത്തെ അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലെ സ്തോത്രം ഒരു സ്കൂളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു 20-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വീട്ടിൽ, ഒരു പ്രൈവറ്റ് ഹൗസിൽ അദ്ദേഹം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പൗലോസ് യോഹന്നാൻ സ്നാപകന്റെ ഒത്തിരി ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ കാണാം. പൗലോസിന്റെ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട പൗലോസ് സഭകൾ സ്ഥാപിച്ചത് മൊത്തം സിറ്റീസിലായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വിളിയും മൊത്തം അങ്ങനെ വിദ്യാസമ്പന്നരുടെ ഇടയിൽ മെട്രോപൊളിറ്റൻ സിറ്റികളിലായിരുന്നു. ഓക്കെ, അത് നിങ്ങളുടെ അകത്ത് കയറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 17-20 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചില സോസറേഴ്സ്, മന്ത്രവാദികള്, ക്ഷുദ്രക്കാര്,
ഒക്കെ ആമേൻ 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 മാനസാന്തരപ്പെട്ടതായി നമുക്ക് കാണാം. അതിന്റെ ഫലമായിട്ട് ആമേൻ ഡിമെട്രിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സിൽവർ സ്മിത്ത് ആയിരുന്ന, അല്ല സിൽവർ സ്മിത്ത് എന്ന് പറഞ്ഞ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വിഗ്രഹ പണിക്കാരായ ഡിമെട്രിയസിന്റെ ബിസിനസിനെ തകർത്ത് അടിപ്പിച്ചു കളഞ്ഞു പൗലോസിന്റെ മിനിസ്ട്രി. അവന്റെ ബിസിനസ് പൂട്ടി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ, അഭിഷേകമുള്ള ഒരു തലമുറ ഭാരതത്തിൽ എഴുന്നേറ്റാൽ ചിലവന്റെ ഒക്കെ ബിസിനസ് പൂട്ടും. യെസ് 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 അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേറ്റാൽ മന്ത്രവാദിയുടെ ബിസിനസ് പൂട്ടും യേശുവിന്റെ നാമത്തിൽ. ക്ഷുദ്രക്കാരന്റെ ബിസിനസ്സുകൾ പൂട്ടും. ആഭിചാരന്റെ ബിസിനസ്സുകൾ പൂട്ടും യേശുവിൻ നാമത്തിൽ. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. അഭിഷേകത്തിന്റെ ശക്തിയിൽ ജ്വലിക്കുന്ന നീ താമസിക്കുന്ന പട്ടണത്തിൽ ഒരു ക്ഷുദ്രക്കാരനും പിന്നെ ക്ഷുദ്രം ചെയ്യാൻ പറ്റത്തില്ല. യു ക്യാരി സച്ച് an anointing. Hallelujah. You carry such an anointing. നീ അത്രയും ഒരു അഭിഷേകമാ. അപ്പോസ്തല പ്രവൃത്തിയില് ആമേൻ അർത്തമീസ് എന്ന് പറഞ്ഞ ദേവി ഉണ്ടായിരുന്നു. അർത്തമീസ് എന്ന് പറഞ്ഞ ദേവി എഫീസിയയിലുള്ള ആൾക്കാരുടെ എഫസോസുകാരുടെ ദേവിയായിരുന്നു അർത്തമീസ് ദേവി. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 23-41. ആ ദേവിയെ സേവിച്ചു കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ, ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ടേൺ ടു ക്രൈസ്റ്റ്. അവർ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. അഭിഷേകത്തിന്റെ തലമുറയാൽ എഴുന്നേക്കുന്ന ദൈവത്തിന്റെ പൈതലെ, 33 കോടി ദൈവങ്ങളെ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, കരമുണ്ടെങ്കിലും സ്പർശിക്കുവാൻ കഴിയാത്ത 33 കോടി ദൈവത്തെ സേവിക്കുന്ന, ദൈവങ്ങളെ സേവിക്കുന്ന ഭാരതത്തിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ, ഹല്ലേലൂയ, സഭേ, നിന്നെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. നീ ഡൽഹിയിലാണെങ്കിൽ, കുവൈറ്റിലാണെങ്കിൽ, മസ്കറ്റിലാണെങ്കിൽ, UK-യിലാണെങ്കിൽ, നിന്നെ കാണുമ്പോൾ ദേശാധിപതികൾ വിറയ്ക്കുന്ന അഭിഷേകമാണ് നീ ചുമക്കുന്നത്. എന്നോട് പലരും പറയും, പാസ്റ്ററെ ഞങ്ങൾ ഈ ദേശത്തു ഈ ഫ്ലാറ്റ് വിറ്റിട്ട് അങ്ങ് പോവാ, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നേ. അല്ല അല്ല, ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് പറയാ, നീ അല്ല ഓടേണ്ടത്. അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ചെതറിപ്പോകും. Hallelujah. God is breaking some agreements against you. നിനക്ക് എതിരായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കുക യേശുവിന്റെ നാമത്തിൽ. നീ പറയണം, ഞാനല്ല ഓടാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ വീടും ഫ്ലാറ്റും വിട്ടിട്ട് പേടിച്ചോടിയ നീ എവിടം വരെ ഓടും? ആ ദേശം വിട്ട് പോയാൽ നീ എവിടം വരെ ഓടും? ഓടണ്ട കേട്ടോ. ആരോടോ ദൂത് പറയുന്നു, ദേശം വിട്ട് ഓടണ്ട, ആ ദേശത്ത് നിന്നെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അവിടെ ചില മാന്യതകൾ ദൈവത്തിന് നിനക്ക് തരാനുണ്ട്. രാത്രി പ്രൊഫറ്റിക്കലായിട്ട് ഞാൻ ആത്മാവിൽ ദൂത് പറയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലർ പറയും, പാസ്റ്ററെ അയ്യോ അവിടെ ഭയങ്കര പോരാട്ടമാണ്. ഹല്ലേലൂയ. ദൈവം നിന്നോട് ചോദിക്കുക, അപ്പൊ നീ പറയുന്നത് ആ സ്ഥലത്ത് എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്നാണോ? ആമേൻ 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 ആമേൻ. അവിടെ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണോ? ഇല്ല ദൈവപൈതലേ, ദൈവത്തിന്റെ സാന്നിധ്യം സർവ്വവ്യാപിയാണ്. ദൈവം എറണാകുളത്തും, മസ്കറ്റിലും, ഒമാനിലും, കുവൈറ്റിലും, ദോഹയിലും, UK-യിലും, അമേരിക്കയിലും, ഡിട്രോയിറ്റിലും, എവിടെ വേണമെങ്കിലും ദൈവത്തിന് നിന്നെ സംരക്ഷിക്കാൻ പറ്റും. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്തടത്തേക്ക് ദൈവം നിന്നെ അയക്കത്തില്ല. ഒരു ദേശത്ത് ദൈവം നിന്നെ നട്ടെങ്കിൽ ആ ദേശത്ത് നിന്നെ ദൈവം പരിപാലിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഫെയ്ത്ത് സിറ്റിയെ ഇതിനകത്ത് ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ ദൂതായിട്ട് ഏറ്റെടുത്തോണം. ചില മന്ത്രവാദികളെ ഞാൻ സ്നാനപ്പെടുത്തും. യെസ്, ചില പൂജാരികളെ ഞാൻ സ്നാനപ്പെടുത്തും. തലമുറകൾക്ക് വേണ്ടി അതൊന്ന് ഏറ്റെടുത്ത് ഇന്ന് രാത്രി. നിങ്ങൾക്കറിയാമോ, ജനങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഒരു സമാധാനം ഇല്ല അവർക്കൊന്നും, ഒരു സമാധാനവുമില്ല. കാരണം ദൈവം ഇത്രയും പ്രൊവിഷൻസ് ഉള്ള, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് അഭിഷേകമുണ്ട്, നമുക്ക് ദൈവവചനമുണ്ട്, നമുക്ക് ദൈവ സാന്നിധ്യമുണ്ട്. നമുക്ക് ഇത്രയും ടെൻഷനും പ്രശ്നങ്ങളും ആണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത
വിഗ്രഹങ്ങളെ സേവിക്കുന്നവൻ അവനെ പോലെ ആയിത്തീരുമെന്ന. പക്ഷെ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ മേൽ ജീവൻ പകരപ്പെടണ്ടേ? അങ്ങനെയാണെങ്കിൽ ജീവന്റെ മേൽ ജീവൻ. ഗ്ലോറി ടു ഗ്ലോറി. ക്ഷമ റഹസ്പർദ്ധന ദിയംധനാദന. ഞാൻ ഒരു മതത്തെയും കുറ്റം പറയല്ല, ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റുകാർ ആ സഹോദരനൊക്കെ കാണുമ്പോ അവര് വെളുപ്പിനെ എഴുന്നേറ്റ് 3:30 4 മണിക്ക് എഴുന്നേറ്റ് നനഞ്ഞ തോർത്തെടുത്തോണ്ട് നിൽക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അവരറിഞ്ഞ സത്യത്തിൽ അവരുടെ വിശ്വസ്തര, അവരുടെ ഭക്തിയെ ഞാൻ വിലയിടുന്നുണ്ട്. അതിനെ ഒരിക്കലും ഞാൻ കളിയാക്കുകയൊന്നുമല്ല. എന്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ അവന്റെ ഉൾക്കണ്ണകളെ ഒന്ന് തുറക്കണം. അങ്ങനെ കാണുന്നവരെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ 3:30 അവൻ ഒറ്റത്തോർത്തെടുത്ത് നനഞ്ഞ തോർത്തെടുത്തോണ്ട് അവൻ ഹല്ലേലൂയ അവനോട് മിണ്ടാത്തൊരു ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ ഈ മിണ്ടുന്ന ദൈവത്തിന് വേണ്ടി അവൻ ഹല്ലേലൂയ അവൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറങ്ങി വന്ന് തൊടുന്ന മക്കളെ എന്ന് പറഞ്ഞ് തൊടുന്ന, അല്ലെങ്കിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഈ അപ്പന് വേണ്ടി എത്രയധികം പ്രയോജനപ്പെടും. അതുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരും ഇതൊരിക്കലും നന്നാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. റീബാല ശാന്തേരി ഖബബബബ റീമന ശ്വാർത്ഥന പ്രൗഢ ജനസ്മിയാംധനെ ദഗൽഘടകശസിയാന പ്രൗഢ്യ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിങ്ങൾ എല്ലാവരും ഒരു സെക്കൻഡ് എനിക്ക് ഒരു സെക്കൻഡ് ടൈം തരണം പ്ലീസ്. പ്ലീസ് ഗിവ് മീ 1 second. ഐ വിൽ ബി ബാക്ക്. ആമേൻ. അവർ ഏതാണ്ട് സാധനം വാങ്ങിക്കുന്നു, എനിക്ക് OTP ഒക്കെ വരുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. I break every plans of the devil in the name of Jesus. I break every plans of the devil in the name of Jesus. Hallelujah. Glorify your name. Glorify your name. എല്ലാവരും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശത്രുവിന്റെ എല്ലാ മുഖങ്ങളും ഇന്ന് രാത്രി തകർക്കപ്പെടട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഞാൻ 1 മിനിറ്റ് തന്നത് വേറെ ഒന്നുമില്ല. എന്റെ ഫോണിനകത്ത്, ഞാൻ ഫോണിലാണ് നിങ്ങളോട് ദൈവവചനം പറയുന്നത്. എന്തൊക്കെയോ എന്റെ ഓൺലൈനിൽ കയറി പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞ് എനിക്ക് കോഡുകൾ ആവശ്യപ്പെടുന്നു എന്റെ നമ്പറിലൊക്കെ. അതാ ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. Thank you, Jesus. I break every plans of the devil in the name of Jesus, and I break every agreements of the devil in the name of Jesus. യേശുവിന്റെ നാമത്തില് സകലത്തെയും യേശുവിന്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. Devil, you are defeated in the name of Jesus. Devil, you are defeated in the name of Jesus. You have no authority over our wealth. You have no authority over our anything. ഒന്നിന്റെ മേലും നിനക്ക് അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ പദ്ധതികളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Break it in the name of Jesus. Hallelujah. Rabba Shaka Lahasmartania Bausha Thanadiana. Oh yes, പെട്ടകം ഇരുന്ന സ്ഥലത്ത് ആമേൻ ഒരു ദൈവത്തിന്, അവരുടെ ദൈവത്തിന്റെ കൂടെ ആമേൻ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം ചുമക്കുന്ന പെട്ടകം കൊണ്ടുവച്ചു കേട്ടോ. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ആമേൻ. പിറ്റേ ദിവസം അവര് ചെന്ന് നോക്കിയപ്പോൾ ദാഗോൻ ഉരുണ്ട് പടച്ച് താഴെ കിടക്കുന്നു. ആമേൻ. ഒരു ആമേൻ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പെട്ടകത്തിന്റെ മുന്നിൽ ഒരു വിഗ്രഹത്തിന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് കണ്ടേ, ആ പെട്ടകം അകത്ത് ചുമക്കുന്ന നിന്റെ മുന്നിൽ ഏതെങ്കിലും ശക്തിക്ക് നിൽക്കാൻ പറ്റുമോ? അവർ രാവിലെ വന്ന് പിന്നെ അതിനെ കുത്തിച്ചാരി എഴുന്നേൽപ്പിച്ച് നിർത്തി. പിറ്റേ ദിവസം അവർ വന്ന് നോക്കിയപ്പോൾ ദാഗോൻ ഉരുണ്ട് പടച്ച് താഴെ കിടന്ന് സകലവും പൊട്ടിപ്പോയിരിക്കുന്നു, കഴുത്തറ്റു പോയിരിക്കുന്നു, കൈ അവൻ ഒടിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് രാത്രി അവൻ നീ ചുമക്കുന്ന അഭിഷേകം ചില പൈശാചിക മേഖലകൾക്ക് പരിക്കേൽപ്പെടുത്തിക്കൊണ്ടിരിക്കുക. Each and every word you utter tonight is becoming a bomb. ഒരു ബാലിസ്റ്റിക് മിസൈൽ പോലെ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ പോരടിക്കുന്ന ആത്മമണ്ഡലത്തിലെ വൈരികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടന്നുകൊണ്ടിരിക്കുക. അവൻ അതിന്റെ തെളിവ് എന്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ റാഖേനി ആൽബോറ സമാർത്തിയാന ജുഡാനിയ ലബർത്തെ ഹസ്ബൽ പ്രൗഡ ജഗൽക്കമനഗഡഗഷിയാന തരി അർത്ഥപ്രൗഡിയ നഹസ്ബിയാന്തന. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ എത്ര പേര് എന്നോട് തയ്യാറാകും? ആമേൻ. ആ എഫെസോസ് എന്ന പട്ടണത്തെ വിറപ്പിക്കാൻ ഒരു അഭിഷക്തനെ കൊണ്ട് സാധിച്ചെങ്കിൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പിന്നത്തേതിൽ തിമത്തിയോസ് അവിടുത്തെ പാസ്റ്ററായി എന്ന് പറയുന്നു. ഒത്തിരി നല്ല പാസ്റ്റർമാർ ആ ചർച്ചിലുണ്ടായിരുന്നു. എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോഴാണ് യോഹന്നാനെ നാട് കടത്തുന്നത്. യോഹന്നാൻ, ആമേൻ, വെളിപ്പാട് കണ്ട യോഹന്നാൻ ആ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു കേട്ടോ. സോ ബ്യൂട്ടിഫുൾ ചർച്ച്. റെവലേഷൻ ചാപ്റ്റർ 2 ഈ എഫെസോസിന്റെ സഭയെ പറ്റി പറയുന്നുണ്ട്. ആമേൻ. ട്രഡീഷൻസ്, ഒത്തിരി ട്രഡീഷൻസ് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തോലൻ ആ ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്നു. ഇൻ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി, 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം കേട്ടോ.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എഫെസോസിനെ പറ്റി ദൂത് പറയുക 2 അധ്യായം 1 മുതൽ 7 വരെയൊക്കെ പറയുമ്പോൾ ആമേൻ ആമേൻ എഫെസോസ് സഭ ഫ്ലറിഷ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അവർ വളർന്നു, അവർ പന്തലിച്ചു, പടർന്നു പന്തലിച്ചു. ഓൾദോ ഇറ്റ് വാസ് ട്രബിൾ വിത്ത് ഫോൾസ് ടീച്ചേഴ്സ്, അവിടെ ദുരുപദേശകന്മാർ അവിടെ കയറിയെന്നും അവരുടെ ആദ്യത്തെ സ്നേഹമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയെന്നുള്ള പരാതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സഭ വളരുന്ന സഭയായിരുന്നു. ആത്മാവിൽ ഇതിനകത്തുള്ള ദൈവാസന്മാരോട് ഞാൻ പറയാ, സ്ഥലം പോരാതെ വണ്ണം, ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്തു, സ്ഥലം പോരാതെ വണ്ണം, സ്ഥലം ഇല്ലാതെ വണ്ണം, അയ്യോ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ എന്ന് പറയത്തക്ക വണ്ണം നമ്മുടെ ചർച്ച് ഫ്ലറിഷ് ചെയ്യാൻ പോവാ യേശുവിന്റെ നാമത്തില്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ലൊക്കേഷൻ എ ലാർജ് ആൻഡ് ഇമ്പോർട്ടന്റ് സിറ്റി ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഏഷ്യ മൈനറിലുള്ള ഒരു വെസ്റ്റ് തീരമായിരുന്നു ഈ ലൊക്കേഷൻ. ആമേൻ. അത് ഈ അവിടുത്തെ ഒരു എക്കണോമിക്സ് പറഞ്ഞാല് അത് റിവറിന്റെ അടുത്തായതുകൊണ്ട്, അതൊരു സീപോർട്ട് ആയിരുന്നതുകൊണ്ട് ട്രേഡ് സിറ്റി ആയിരുന്നു. ആമേൻ. വളരെ വാണിജ്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു വേദപുസ്തകത്തിന്റെ ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 3 ലക്ഷം ആൾക്കാരോളം അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഡയാന എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അർത്തമീസ് എന്ന് പറഞ്ഞ ഒരു ദേവിയായിരുന്നു അവിടുത്തെ ഫേവറേറ്റ് ദൈവം. എഫെസോസ് അല്ലെങ്കിൽ എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലം അന്നത്തെ ഏൻഷ്യന്റ് വേൾഡിലെ ഒരു 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നത്തെ നമ്മുടെ നയഗ്ര പോലെ, അല്ലെങ്കിൽ പിരമിഡ് പോലെ, ചരിഞ്ഞ ഗോപുരം ഒക്കെ പോലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നു ഈ എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ എത്ര മനോഹരമായിരിക്കും, വലിയ സിറ്റിയാണ് കേട്ടോ. അപ്പോ ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്ക് കയറിയിട്ട് ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലേഖനത്തിൽ പരക്കെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഏകദേശം 35 പ്രാവശ്യം പൗലോസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന വെളിപ്പാടിന്റെ പദം ഉപയോഗിച്ചിട്ടുണ്ട്. In Christ is one of the greatest name in the book of Ephesians. അത് കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്റ്റ് ഇൻ യു ആണ്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. പക്ഷെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു, കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ആമേൻ, 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 ആമേൻ. 35 പ്രാവശ്യം ഇൻ ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ, ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫലത്തിനകത്ത്, ഒരു ഫ്രൂട്ടിനകത്ത് ഒരു സീഡ് ഇരിക്കുമ്പോൾ നമ്മൾ പറയും that seed is in that fruit. That means you are covered by Christ. ഞാൻ ക്രിസ്തുവിനകത്തായിരിക്കും. ആമേൻ. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ക്രിസ്തുവിനുള്ളിൽ ഞാൻ മറഞ്ഞിരിപ്പതിനും, ക്രിസ്തുവിനുള്ളിൽ ഞാൻ ആശ്രയിപ്പതിനും. എനിക്ക് അതിന്റെ മൊത്തം അറിയത്തില്ല, ബട്ട് ഐ ലവ് ദാറ്റ് സോങ്. ക്രിസ്തുവിൽ എന്നും ഞാൻ മറഞ്ഞിരിപ്പതിനും, ക്രിസ്തുവിൽ എന്നും ഞാൻ ആശ്രയിപ്പതിനും, അതിമഹത്തേറിയ രക്ഷയും ദാനത്താൽ സ്തോത്രയാഗം അനുദിനവും തരുന്നടിയാർ അത്യാദരവായി. സോ ബിജി സിംഗിങ് ബ്യൂട്ടിഫുൾ. കഥ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണ്. പൗലോസിന്റെ ഒരു വെളിപ്പാടാണ്. ഐ ആം ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ ദൈവമക്കളെ, ഞാൻ ക്രിസ്തുവിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയണം, ഐ ആം ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. ഒരു അമ്മയുടെ പ്രസൻസിൽ കുഞ്ഞ് ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന പോലെ. അയ്യോ, അപകടങ്ങളൊക്കെ വരുമ്പോ അമ്മ അപ്പനും കുഞ്ഞുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ ക്രിസ്തു നമ്മളെ ഇങ്ങനെ കവർ ചെയ്തേക്കൂ. യു ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. ആ മുറിവുകളുടെ അകത്ത്, can you imagine that revelation? You are inside the wound of Jesus. ആ മുറിവിന്റെ അകത്ത് നിന്നെ ഇങ്ങനെ മറച്ചു പിടിച്ചേക്കുക, നിന്നെ ഒളിപ്പിച്ചു വെച്ചേക്കുക. You are a hidden treasure.
ഞാനൊരു വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്നപ്പോ അവരെല്ലാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരുടെ സ്വർണ്ണം എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നല്ല എന്നോടും എന്റെ ബിജിയോടും പറയോ. Praise the Lord. Where they are hiding their things. അവര് അങ്ങനെ കർത്താവ് നമ്മളെ ഒളിപ്പിച്ചു വെച്ചേക്ക. അത്ര സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ. They love us. That's why. അവരുടെ വിലയേറിയത് എവിടെയാ വെച്ചേക്കുന്നത്? So they are hiding. Same like that. We are hidden in Christ. കാരണം വിലയുള്ളതിനെ ഒളിപ്പിച്ചു വെക്കുന്നത്, വിലയുള്ളതിനെ മറച്ചു വെക്കുന്നത് ആർക്കും ഞാൻ കാണിച്ചു തരത്തില്ല കേട്ടോ. Amen. I think I'm simply telling all these things. യേശു വെരി സിമ്പിൾ അല്ലേ? യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി പറ, എന്റെ കർത്താവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നിടത്തോളം കാലം പാപത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല. എന്റെ കർത്താവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നിടത്തോളം ശാപത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല. എന്റെ കർത്താവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നിടത്തോളം രോഗത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല. എന്റെ കർത്താവിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം ഒരു പോരാട്ടങ്ങൾക്കും എന്നെ കാണാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ തൊടാതെ നിന്നെ തൊടാൻ പറ്റത്തില്ല. അതാ വെളിപ്പാട്. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഒത്തിരി പ്രസംഗിച്ച് എന്തിനാ കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നത്? ഒത്തിരി എന്തിനാ നമ്മൾ അതിനെ കട്ടിയാക്കണ്ട? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കർത്താപ്പച്ചനെ തൊടാതെ നമ്മളെ തൊടാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ബിക്കോസ് ഐ എം ഫുള്ളി ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ഒരു ശകല ഉപ്പ് എടുത്തിട്ട് ഒരു വെള്ളത്തിലോട്ട് ഇട്ട പിന്നെ ഉപ്പ് ഏതാ വെള്ളം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോലെ, ഉപ്പ് ആ വെള്ളത്തിൽ ലയിക്കുന്ന പോലെ, യു ആർ ഇൻ ക്രൈസ്റ്റ്, ഇൻസെപ്പറബിൾ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ, ആമേൻ, ഉയരത്തിനോ ആഴത്തിനോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഉറപ്പിന്ന് രാത്രി ഉണ്ടോ? ഇല്ലെങ്കിൽ ഇൻ ക്രൈസ്റ്റിലോട്ട് കയറിക്കണം. ആ ക്രിസ്തുവിന്റെ അകത്തേക്കൊന്ന് മറഞ്ഞോണം. ഹല്ലേലൂയ. റബ ശംദര റഖതന 122 സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ പരിപാലകൻ, ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ, ഷൊമേർ യാഹ്വേ എന്ന എഴുതിയിരിക്കുന്നത്. ഷൊമേർ എന്ന വാക്കിന്റെ അർത്ഥം കൺപോള എന്നാണ്. ജുബി, താങ്ക് യു. യു ആർ സെൻഡിങ് ദാറ്റ് മെസ്സേജ്. ഐ ആം കമ്മിങ് ടു ദാറ്റ് റെവലേഷൻ. ഐ ആം ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. ആമേൻ. കർത്താവ് പറയാം, നിന്നെ തൊടുന്നവൻ നിന്നെയല്ല, എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ ഞാൻ തൊടുകയാണ്. ആമേൻ. തൊടുന്നത്, whoever touches you is not touching you but touching the apple of my eyes. നിന്നെ തൊടുന്നവൻ നിന്നെയല്ല, എന്റെ കണ്ണിലെ കൃഷ്ണമണിയല്ല തൊടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിനകത്തൊരു പൊടി വീണാൽ, കണ്ണിലെ ആരെങ്കിലും കൈ കൊണ്ട് കുത്താൻ വന്നാൽ കൺപോളെ അടയുന്നത് പോലെ, ഓ യെസ് ലോർഡ്, ഐ ആം യുവർ ഷൊമേർ യാഹ്വേ. ഞാൻ നിന്റെ കൺപോളയാ. ഇസ്രായേലേ, ഞാൻ ഉറങ്ങാത്തവനാ, ഞാൻ മയങ്ങാത്തവനാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. ശിമയോട് ആ ഒരു മീനിങ്ങില പറഞ്ഞത്. ആമേൻ. നീ വാഗ്ദത്തം പ്രാപിക്കുവോളം മരണത്തിന് നിന്നെ കാണാൻ പറ്റത്തില്ല. വാട്ട് എ പ്രഷ്യസ് പ്രോമിസ്. until you see your promise, until you touch your promise, the death cannot see you. Hallelujah. Amen. അയ്യോ, മരണത്തിന് നിന്നെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ തൊടാൻ പറ്റത്തില്ല. നീ ക്രിസ്തുവിലായിരിക്കുന്നത്, നീ ക്രിസ്തുവിലായിരിക്കുന്നത്. ഇന്ന് രാത്രി പറയാം, I am in Christ. ഇൻ ക്രൈസ്റ്റ്. ആമേൻ. ഒന്നാമത്തെ ടേം ഞാൻ പറഞ്ഞു, ഇൻ ക്രൈസ്റ്റ്. അടുത്തത്, ആമേൻ, സ്തോത്രം. അടുത്തൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഗ്രേസ് എന്ന വാക്കാണ്, കൃപ എന്ന വാക്ക്. അതിലേക്കൊക്കെ നമ്മൾ വരും 13 പ്രാവശ്യം. സ്പിരിച്വൽ എന്ന വാക്ക്, ആത്മീയ എന്ന വാക്ക്, ആത്മീകം അല്ലെ ആത്മീകമായ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ എന്ന വാക്ക് 13 പ്രാവശ്യം പിന്നെയും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഹെവൻലി, സ്വർഗീയമായത്, ആമേൻ, സ്വർഗത്തിൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ 5 പ്രാവശ്യം ഈ 6 അധ്യായങ്ങൾക്കകത്തുണ്ട്. മിസ്റ്ററി, ആമേൻ, മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം എന്ന പദം, ആമേൻ, ആമേൻ, 5 പ്രാവശ്യം, ആമേൻ, മിസ്റ്ററി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബോഡി എന്ന പദം, ശരീരം എന്ന പദം 8 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വാക്ക് എന്ന പദം, നടക്കുക എന്നുള്ള പദം പിന്നെയും 8 പ്രാവശ്യം അവ ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ.
ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുന്നവർക്കാണ്. സ്തോത്രം, ഹല്ലേലൂയ. സോ ആമേൻ. അപ്പൊ ഈ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം, എനിക്ക് ഇനി 6 മിനിറ്റ് കൂടെ ഉള്ളൂ. ആമേൻ. ഒന്നിൽ ദ ബിലീവർ ഈസ് ഇൻ ക്രൈസ്റ്റ്, ഒരു വിശ്വാസി ക്രിസ്തുവിലാണ്. 1:3 പറയുന്നു ഇൻ ദ ഹെവൻലി പ്ലേസസ്, ആമേൻ, സ്വർഗത്തിലാണ്. ആമേൻ. ചോസൺ ഇൻ ഹിം, അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. 1:4 അഡോപ്റ്റഡ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തി, അവൻ ക്രിസ്തുവിൽ ദത്തെടുത്തിരിക്കുകയാണ്. 1:5 ഇൻ ദ ബെലവഡ്. 1:6 പറയുമ്പോ ആമേൻ, പ്രിയനായവനിൽ എന്ന് പറയുന്നത് ഇൻ ദ ബിലവഡ്, പ്രിയനായവനിൽ. 1:7 പറയുന്നു റിഡീംഡ് ഇൻ ഹിം, ആമേൻ, റിഡീംഡ് ഇൻ ഹിം എന്ന് പറയുമ്പോൾ ആമേൻ, 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 അവനാൽ വീണ്ടെടുത്തിരിക്കുന്നു, ആമേൻ, വീണ്ടെടുത്തിരിക്കുന്നു, ആമേൻ, അവനിൽ വീണ്ടെടുത്തിരിക്കുന്നു, ആമേൻ, അവന്റെ രക്തത്താൽ അതിക്രമം എന്ന മോചന വീണ്ടെടുപ്പുണ്ട്, ആമേൻ. അതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, സ്തോത്രം, ഹല്ലേലൂയ, റിഡീംഡ് ഇൻ ഹിം. 7-ാമത്തെ വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്തിൽ, ആമേൻ, ആമേൻ, പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ എന്ന പദം അവിടെ നിങ്ങൾ കണ്ടല്ലോ. അടുത്ത വാക്യം, ഗിവൺ ആൻ ഇൻഹെറിറ്റൻസ് ഇൻ ഹിം. 1:11 പറയുന്നു അവനിൽ നാം അവകാശം പ്രാപിച്ചു. അവനിൽ ഇൻ ക്രൈസ്റ്റ് അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഗിവൺ ഹോപ്പ് ഇൻ ഹിം. 1:12 ആമേൻ, നമ്മൾ കാണുന്നു, ആമേൻ, ക്രിസ്തുവിൽ ആശ വെച്ചിരിക്കുന്നവരായ ഞങ്ങൾ. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ in the Holy Spirit, sealed in him, അവനിൽ അവനാൽ നമ്മൾ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അപ്പോ 2:10 കാണുന്നു ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നാം ഒന്നായി ചേർന്നിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യെസ്, ആമേൻ. 2:13 പറയുന്നു brought near by his blood, അവന്റെ രക്തത്താൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 2:13 പറയുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. അവിടെയെല്ലാം ഇൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ 3:6 പറയുന്നു എ പാർട്ടേക്കർ ഓഫ് ദ പ്രോമിസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നാം കൂട്ടവകാശികളായിരിക്കുന്നു. 3:12 പറയുന്നു ആൻഡ് ഗിവൺ ആക്സസ് ത്രൂ ഫെയ്ത്ത് ഇൻ ഹിം. 12-ാം വാക്യത്തില് ആമേൻ, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം, ആമേൻ, ക്രിസ്തുവിൽ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ഓക്കെ, ആർക്കു വേണ്ടിയാണ് പൗലോസ് ലേഖനം എഴുതുന്നത്? 2 കൂട്ടർക്ക് വേണ്ടിയാണ്. 1 വിശുദ്ധന്മാർക്ക് വേണ്ടി, 2 ക്രിസ്തുയേശുവിൽ വിശ്വാസികളായിരിക്കുന്നവർക്ക് എഴുതുന്നത്. 2 ഗ്രൂപ്പ്. 1 വിശുദ്ധന്മാരെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സെയിൻസ്. നമ്മളിപ്പോ ലോകപ്രകാരം ഒത്തിരി പേരെ വിശുദ്ധരായിട്ടും അങ്ങനത്തെ ഒരു സെയിൻസിനെ പറ്റി അല്ല പറയും. സെയിൻസ് മീൻസ് ദോസ് ഹു ആർ കോൾഡ് ഔട്ട്, അവൻ വിളിക്കപ്പെട്ട ജനം, സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ട ജനം, ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് കോരിയെടുക്കപ്പെട്ട ജനത്തിന്റെ പേരാണ് വിശുദ്ധന്മാർ. ശാപത്തിന് നമ്മുടെ മേൽ കാര്യമില്ല, രോഗത്തിന് കാര്യമില്ല. ഈ വിശുദ്ധൻ എന്ന പദം കേൾക്കുമ്പോൾ ഓർത്തോണം, ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മുടെ അകത്ത് തുടിക്കുന്ന ഹൃദയം നമ്മുടേതല്ല. ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ജീസസ്. നമ്മൾ ഈ കാണുന്ന കണ്ണുകൾ നമ്മുടേതല്ല. ഇറ്റ് ഈസ് ദ ഐസ് ഓഫ് ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു, ഒരു ബഡ്ഡിങ് നടന്നു, ഒരു ബഡ്ഡിങ്. ആമേൻ. കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചു. And he poured out his faithfulness upon us. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ മേൽ പകർന്നു, ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ മേൽ പകർന്നു. ദൈവമക്കളെ ദൈവം കാണുന്നത് വിശുദ്ധരായിട്ടാണ്. വേറൊരു കാര്യമുണ്ട്, പല ലേഖനങ്ങളിലും പൗലോസ് സല്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ, ഗ്രീറ്റ് ചെയ്യുമ്പോൾ,
അവരെ വന്ദനം ചെയ്യുമ്പോൾ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ആ സഭയിലുള്ളവർ മൊത്തം വിശുദ്ധന്മാരായിരുന്നോ എന്ന്. ഒരിക്കലും അല്ല. ഭാര്യമാരെ തല്ലുന്നവരുണ്ടായിരുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇതിനെയൊക്കെ പൗലോസ് അഡ്രസ് ചെയ്യുന്നു. പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യുന്നു. വിഭാഗീയത ഉണ്ടായിരുന്നു, ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, തമ്മിലടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്ന സഭയിലെ നോക്കി അദ്ദേഹം അവരെ വിളിക്കുന്ന വിശുദ്ധന്മാരെ എന്നാണ്. നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുമ്പോ ഒരു പാസ്റ്റർ മുഴുവൻ ക്വാളിറ്റി ഉണ്ടായിട്ടല്ല നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓരോ പ്രാവശ്യം പാസ്റ്ററെ എന്ന് വിളിക്കുമ്പോ എന്റെ അകത്തൊരു ഇടിവെട്ടുന്നത് പോലെ ഒരു സന്ദേശം തരികയാണ്. യു ആർ എ പാസ്റ്റർ, യു ഹാവ് ടു ലീവ് അക്കോർഡിംഗ്ലി. നീ അതുപോലെ ജീവിക്കണം. നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി എന്റെ മേൽ തരുന്നത്. I have to remember always that I am a pastor. അപ്പൊ ദൈവം നമ്മെ വിശുദ്ധൻ എന്ന് വിളിക്കുമ്പോ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങൾക്ക് അത് പറഞ്ഞ മനസ്സിലാകും. അപ്പൊ പൗലോസ് ഈ സഭയിലുള്ള എല്ലാരെയും, ഈ എഫേസ്യ ലേഖനത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റ് ലേഖനങ്ങൾ എഴുതുമ്പോൾ വിശുദ്ധന്മാരെ എന്ന് അഡ്രസ് ചെയ്യുമ്പോൾ അവരെല്ലാരും വിശുദ്ധരായിട്ടല്ല, പക്ഷേ നമ്മളെ വിളിച്ച വിളി എന്താണെന്ന് ബോധ്യമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഞാൻ ട്രൈ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ. സോ ഒന്നാമത്തെ അധ്യായത്തിന്റെ 2 വാക്യങ്ങളിൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. തീർന്നു എന്റെ സമയം. ഐ പ്രേ, താങ്ക് യു, ഐ പ്രേ ദാറ്റ് സെയിം പ്രേയർ. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോ ഈ 2 ഓഫീസസിനെ, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെയും കാണിച്ചിട്ട് പൗലോസ് പറയാണ്, ഇവർ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഗ്രേസ്, 2 പീസ്. ഈ കാലഘട്ടത്തിൽ, ഈ പാൻഡമിക്കിന്റെ സമയത്ത് വാട്ട് വി ആർ ലാക്കിംഗ് ഈസ് ദ ഗ്രേസ് ആൻഡ് പീസ്. അത് അളവില്ലാതെ ദൈവമക്കളുടെ മേൽ ഇന്ന് രാത്രി ദൈവം പകരുകയാണ്. നാളെ നമ്മൾ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കും. വളരെ പ്രാർത്ഥനയോടെ കടന്നു വരണം. ഇന്ന് രാത്രി കേട്ട ദൈവത്തിന്റെ വചനങ്ങൾ ഒന്നും മറന്നു പോകാതെ നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴും അമേൻ അത് വെളിപ്പാടുകളായി, അമേൻ ഞാൻ ഈ പറഞ്ഞതിന് അപ്പുറത്തുള്ള ദൈവിക വെളിപ്പാടുകൾ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ. പൗലോസ് 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ ആമേൻ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. God bless you over this time. To Gigi Andy, നമ്മുടെ പ്രെയർ ഗ്രൂപ്പിലും ചർച്ചിന്റെ ഗ്രൂപ്പിലും നമ്മുടെ ഈ ഒരു വചന പഠനത്തെ പറ്റി, ധ്യാനത്തെ പറ്റി ഒരു ഫ്ലയർ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫ്ലയർ വേണമെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ടു എനിവൺ എൽസ്. മറ്റുള്ളവരോട് കടന്നു വരട്ടെ. എനിക്ക് ദൈവം തന്നൊരു വെളിപ്പാട് ഇതാണ്. വി ഗോട്ട് ഇറ്റ് ഫ്രീലി ആൻഡ് വി ആർ ഗിവിംഗ് ഇറ്റ് ഫ്രീലി. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത് നമ്മൾ വില കൊടുത്ത്, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടല്ല. ദൈവം ഫ്രീ ആയിട്ട് തന്ന. Let others come and enjoy the word of God. അല്ല നിങ്ങൾക്ക് പാസ്റ്ററെ ഇച്ചിലൂടെ കട്ടി കൂട്ടണം, അല്ലെ ഇച്ചിലൂടെ കട്ടി കുറയ്ക്കണം, അല്ലെ ഇച്ചിലൂടെ സ്പീഡ് കുറയ്ക്കണം. ഇഫ് യു ഹാവ് എനിത്തിങ് എൽസ്, ഐ വോണ്ട് ഫീൽ ബാഡ്. കാരണം എനിക്കൊരു ഉറപ്പുണ്ട്, ഞാനല്ല പ്രസംഗിക്കുന്ന, കർത്താവ് എന്നിലൂടെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് പറയണം. അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഞാൻ ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി താണിരിക്കുമ്പോൾ, ആമേൻ, വചനത്തിൽ ഉറ്റിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പാടുകളെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. നോട്ട് മിയർലി ഇൻഫർമേഷൻസ്. ഐ ലൈക്ക് മൈ മെസ്സേജസ് ടു ബി റെവലേഷൻസ്. ഇൻഫർമേഷൻസ് നമുക്ക് ഗൂഗിളിലും കിട്ടും. സോ വി നീഡ് റെവലേഷൻസ് ഫ്രം ദ ലോർഡ്. അടുത്ത ദിവസങ്ങൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതുതായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു. പ്ലീസ് ഷെയർ ദിസ് ലിങ്ക് to your friends and relatives. Let others be blessed through these studies. God bless you all. Thank you.